Hi, I'm so glad to welcome Roshmi Bose. She is our NCLEX Arun Mina and she has attempted the exam for the first time and she has cleared the exam in her first attempt. Let me welcome Roshmi Bose. Hi. ഹായ് റോഷ്മി. സോ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഫസ്റ്റത്തെ നമ്മുടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? വീട്ടുകാരൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് റിയാക്ഷൻ അറിയാൻ പറ്റില്ല, വീഡിയോ കോൾ. പിന്നെ ഞാൻ കുറെ ഇമോഷണൽ ആയി. എല്ലാവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ ടഫാണ്, ഭയങ്കര ടഫായിരുന്നു. എനിക്ക് ഭയങ്കര ടഫായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴും എനിക്ക് ആ ഒരു ഫീലിംഗൊന്നും ഞാൻ മാറിയിട്ടില്ല. ഞാൻ കുറച്ച് ഒരു ടൈം എടുത്ത് റിലാക്സ് ചെയ്യാൻ വന്നിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചേ. അവരും പ്രാർത്ഥന ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അവരും കേട്ടപ്പോൾ ഭയങ്കര കാര്യമായി. സോ റോഷ്മി എങ്ങനെയായിരുന്നു നമ്മുടെ എഡ്യൂൻഫോ അക്കാഡമിനെ പറ്റി അറിഞ്ഞേ? പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജൻസി അവര് ആണ് പറഞ്ഞ ഇപ്പോൾ എൻക്ലെക്സ് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തതാണ് എഡ്യൂൻഫോർ. അവിടെ അത്യാവശ്യം നല്ല സക്സസ് റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ എഡ്യൂൻഫോറിന് ഡയറക്റ്റ് നമ്പർ തന്ന് കോൺടാക്ട് ചെയ്യാൻ പറയുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, കോഴ്സുകളും ക്രാഷ് കോഴ്സുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് അവരെന്നോട് ക്രാഷ് കോഴ്സ് ഡയറക്റ്റ് ചെയ്യാണ്ട് ഫസ്റ്റ് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകാനൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെ ഇവിടെ വന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്യൂട്ടേഴ്സ്, അവരുടെ പഠിപ്പിക്കുന്ന രീതി, അവർ ഉപയോഗിക്കുന്ന മെത്തഡോളജി അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതെങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് എനിക്ക് 4 months ക്ലാസ് പ്ലസ് 7 months എക്സ്ട്രാ കൂടി ഉണ്ടായിരുന്നു. വിത്ത് വർക്ക് ആയിരുന്നു. ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് കൂടാൻ പറ്റില്ല. അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ എനിക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നത്. 4 months ക്ലാസ് കഴിഞ്ഞിട്ടും 3 months അവർ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തതിന് കാരണം ഞാൻ അത് കഴിഞ്ഞ് റിസൈൻ വെച്ചിട്ടായാലും എനിക്ക് റെക്കോർഡ് ക്ലാസ്സസ് വെച്ചിട്ട് എൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു ക്ലാസ്സസ് ഫുള്ള്. ആദ്യമായിട്ടല്ലേ എക്സാം ചെയ്തത്? അത് മുന്നേ ഇപ്പോൾ റോഷ്മിക്ക് പേടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ റോഷ്മിയിലെ പോലെ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്. എനിക്ക് ഇതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇത് ചെയ്യുക, ഇത് ഭയങ്കര ടഫ് എക്സാം ആണല്ലോ എന്ന്. അപ്പൊ അങ്ങനെ പറയുന്നവരുടെ റോഷ്മിക്ക് എന്താ പറയാ? എനിക്ക് അങ്ങനെ വലിയ സ്കോർ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ അത്യാവശ്യം പഠിക്കും, അങ്ങനെ ഞാൻ പാസ്സാകുന്ന ഒരു കൊച്ചായിരുന്നു. എല്ലാവരും എൻക്ലെക്സ് ഭയങ്കര ഹാർഡാണ്, ഭയങ്കര ഈസി എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ എൻക്ലെക്സിൽ കേട്ടിട്ടേ ഇല്ല. എന്നാൽ അവർ ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല, മോട്ടിവേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിലും എനിക്കതൊരു ഡീമോട്ടിവേഷൻ ആയിരുന്നു. ഞങ്ങൾ പഠിപ്പിക്കുന്ന മാംസ് ആയാലും ഒരിക്കലും ഇത് ഈസി ആവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എന്നാലും അവർ പറയുന്നത് നിങ്ങൾ ഇത് ട്രൈ ചെയ്യും, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മോട്ടിവേഷൻ അവർ സൈഡിൽ നിന്ന് തന്നു. ആ ഒരു മോട്ടിവേഷൻ പിടിച്ച് കയറി ഞാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും നമുക്ക് പാസ്സാവാൻ പറ്റും എന്ന് മാംസ് എപ്പോഴും പറയായിരുന്നു. ഒരു ആത്മവിശ്വാസം വളർത്തിയെടുത്തു. എസ്പെഷ്യലി ക്രാഷ് കോഴ്സിന്റെ സമയത്തായിരുന്നു കൂടുതൽ പഠിക്കും, കൂടുതൽ ഡൗട്ട്സ് ഒക്കെ വരുന്നത് ആ സമയത്തായിരുന്നു. എനിക്കുണ്ടായിരുന്ന ക്രാഷ് കോഴ്സിൽ എനിക്കുണ്ടായിരുന്ന ട്യൂട്ടേഴ്സ് ഒക്കെ ആയാലും എല്ലാ കാര്യങ്ങളും എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യായിരുന്നു, എപ്പോൾ വേണമെങ്കിലും അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരായിരുന്നു. ഭയങ്കര സിൻസിയർ ആയിരുന്നു. ദൈവത്തിന്റെ കൃപ എന്നും പറയാം. ഞാൻ പാസ്സായി. ക്ലാസ്സും വർക്കും ഒരുമിച്ചായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ടൈം സ്കെഡ്യൂള്, നമുക്ക് തന്നിരുന്ന റെക്കോർഡ് മെറ്റീരിയൽസ്, അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് അതിൽ വല്ല ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നായിരുന്നോ? പഠിപ്പിച്ചിട്ട് മാംസ് തന്നെയായാലും പറഞ്ഞായിരുന്നു, നിങ്ങളിപ്പോൾ എത്ര പഠിച്ചാലും അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരില്ല. അതായത് എക്സാം ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും, അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ട്യൂട്ടേഴ്സും തന്നുള്ളൂ. എന്ന് വെച്ചാൽ എൻക്ലെക്സ് എക്സാമിനെ പറ്റി അവർക്ക് തന്നെ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ AI കണ്ടക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ വീക്ക് പോയിന്റ്സ് വെച്ചിട്ടാണ് അവർ അറ്റംപ്റ്റ് ചെയ്യണ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. ഇപ്പൊ റോസ്മി പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ എക്സാം എഴുതിരുന്ന സമയത്ത് വന്നിരുന്നോ? അത് വന്നപ്പോ ലൈക്ക് എന്തെങ്കിലും ദൈവമേ ഇത് വന്നല്ലോ, ദൈവമേ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെയ്യാൻ എനിക്കൊരു പേടി തോന്നിയായിരുന്നോ? വേറെ മോഡലാക്കിയിട്ടാണ് അവർ ഇപ്പൊ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ 2 ഓപ്ഷൻ നമുക്ക് കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്ത് കളയെങ്കിലും ബാക്കി 2 ഓപ്ഷൻസ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അങ്ങനത്തെ രീതിയിൽ മിക്സ്ഡ് അപ്പ് ഒരേപോലെ തോന്നും. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ആയാലും ഇത് നമ്മൾ അന്ന് ചെയ്തതാണ്, പക്ഷെ അതല്ല, അതിനെന്തെങ്കിലും ഒരു വ്യത്യാസമാക്കിയിട്ടുണ്ടാവും. അത് നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിലല്ല തോന്നുന്നു. ഭയങ്കര കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അവര് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് ആദ്യം കണ്ടപ്പോ ഇത് ഇനി കിട്ടോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. നമ്മളുടെ എപ്പോഴും എയിം എന്ന് പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് കിട്ടണം എന്നുള്ള ഒരു പ്രെയർ ആണ് നമുക്ക് എപ്പോഴും. അപ്പൊ എത്രാമത്തെ ക്വസ്റ്റ്യനിലായിരുന്നു സൈറ്റ്? എന്റെ 85 ആയപ്പോഴേക്കും 85 ക്വസ്റ്റ്യൻസ് കട്ട് ഓഫ് ആവുമെന്ന് വെരി ഗുഡ്. പക്ഷെ നമ്മൾ ഇറങ്ങി വരുമ്പോ 2 രീതിയിൽ ഞാൻ ചിന്തിച്ചായിരുന്നു. ഇനി മുന്നോട്ട് പോയിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ച് കട്ട് ചെയ്യുന്നവരുണ്ട്.
എന്നാ ഇതുവരെ ഓക്കെ ആണ് എന്ന് വിചാരിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ ഇതിൽ ഏതാണ്. എനിക്കാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ടഫ് ആയിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ 2 ഓപ്ഷൻസ് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഏത് ഓപ്ഷൻ ശരിയായാലും നമുക്ക് തോന്നും ശരിയാണല്ലോ ദൈവം, ഇതിൽ 2 ഓപ്ഷൻസ് ശരിയാണല്ലോ എന്ന് വിചാരിക്കും. നമുക്ക് കുറച്ചുകൂടി ഉറപ്പുള്ളത് നോക്കി നമ്മൾ വെക്കുക. പിന്നെ മാംസ് ആയാലും നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് മാംസ് എപ്പോഴും പറയായിരുന്നു നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണെങ്കിൽ അത് അങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ. അങ്ങനെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ മാംസ് ആയാലും ഞങ്ങൾക്ക് ട്യൂട്ടേഴ്സ് ആയാലും പറഞ്ഞു തരാറ്. കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നവർക്ക് അതെന്തായാലും പാസ്സായിട്ട് വരാൻ പറ്റുമല്ലേ. അപ്പോൾ റോഷ്മിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പോർട്ടൽ ആക്സസ്? ഇപ്പൊ വർക്കിംഗ് ആയിരുന്ന സമയത്തായിരുന്നല്ലോ ഇത് പഠിച്ചിരുന്നത്. ആ വർക്ക് ടൈം കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ പോർട്ടൽ ആക്സസ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ആക്സസബിൾ ആണ് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ. അപ്പൊ അത് ക്ലാസ്സിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? പോർട്ടൽ ഈ റെക്കോർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ എനിക്ക് പകുതി വെച്ച് നിർത്തേണ്ടി വരും, എന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ക്ഷീണം അതൊക്കെ കാരണം. അല്ലെങ്കിൽ ചില ദിവസങ്ങൾ എനിക്ക് കയറാൻ പറ്റാറില്ല. നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ കയറാൻ പറ്റില്ല, ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിലും ഞാൻ കഴിഞ്ഞ് വരുന്ന സമയം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എൻ്റെ ലീവ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ റിസൈൻ കഴിഞ്ഞിട്ടായാലും എനിക്ക് ഇതിനുള്ള ആക്സസ് ഞാൻ പറഞ്ഞില്ലേ 7 months അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് ആക്സസ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. എനിക്ക് അതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല, അത് 24/7 ഉണ്ടായിരുന്നു, എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം? ആദ്യം റോഷ്മിനെ കോൺടാക്ട് ചെയ്തിരുന്ന ആള് പിന്നീട് റോഷ്മിനെ കോൺടാക്ട് ചെയ്തിരുന്നോ? ഫോളോ അപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ? എപ്പോഴും കോൺടാക്ട് ചെയ്യായിരുന്നു. ഡേറ്റ് എടുത്തോ, എങ്ങനെയായി കാര്യങ്ങള്. മാമിന്റെ കയ്യിൽ നിന്ന് കുറെ എനിക്ക് സപ്പോർട്ട് കിട്ടിയായിരുന്നു. ഇപ്പൊ ഡേറ്റ് എടുക്കുന്നതായാലും നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം. അതായത് ഞാൻ ഇനീഷ്യലി ക്രാഷ് കോഴ്സ് 1 month എടുത്താൽ മതി എന്നുള്ളൊരു, അതായത് മാമിൻ്റെ സപ്പോർട്ടും കോർഡിനേറ്റർ ഹെൽപ്പ് കാരണം മാത്രമാണ്. അതായത് കുറച്ചും കൂടി നല്ലത് 2 months എടുക്കുന്നതായിരിക്കും, എൻ്റെ ആ ഡേറ്റ് വരെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് മാമിൻ്റെ കുറേ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ഞാൻ 2 months എന്ന ക്രാഷ് കോഴ്സ് എടുക്കാമെന്നാണ്. മാമിനെ വിളിക്കുമ്പോൾ മാം ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മാം എപ്പോഴും ഉണ്ടായിരുന്നു കൂടെ, പാസ്സായിട്ടായാലും കഴിഞ്ഞിട്ടായാലും. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു എൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ, എനിക്കറിയില്ല പാസ്സാവും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മാം കുറച്ച് ടെൻഷനായിപ്പോയി മാമിന്. മാം എപ്പോഴും പറയായിരുന്നു ഞാൻ ത്രൂ പോകുന്ന ഒരാളും ഫെയിൽ ആവരുത്, അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോവും, അങ്ങനെ ഒരു ഇത് മാം എനിക്ക് എപ്പോഴും തന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, മോട്ടിവേഷനൊക്കെ തരുമായിരുന്നു അല്ലേ. നമ്മുടെ ഭാവിയിൽ റോഷ്മിയുടെ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ നമ്മളെ റെഫർ ചെയ്യുമോ? ഓഫ്കോഴ്സ് റെഫർ ചെയ്യും. ഇപ്പം ഞാൻ NCLEX പാസ്സായതൊക്കെ അറിയുന്നവരും കുറേ പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എവിടെ നിന്നാണ് പാസ് ഔട്ട് ആയേ, അല്ലെങ്കിൽ ഈ EduInfoRuവിനെ പറ്റി ഡൗട്ട് ഉള്ളവർ എന്നെ വിളിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയാറുണ്ട് ഞാൻ അവിടെ നിന്നാണ് പാസ്സായി പോയത്, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. എല്ലാവരോടും EduInfoയുടെ കാര്യമാണ് പറയാറ്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇനി ഇന്റർവ്യൂസ് കിട്ടണം, അതിനുള്ളിൽ IELTS പാസ്സാവണം. ഓക്കെ, എന്തായാലും റോഷ്മിയുടെ ആ സ്വപ്നം നിറവേറട്ടെ. ആൻഡ് വി ആർ ഓൾസോ ഹാപ്പി ദാറ്റ് വി കുഡ് ബി പാർട്ട് ഓഫ് യുവർ സക്സസ് ആസ് വെൽ, ആൻഡ് വി ഹാവ് സംതിങ് ഫോർ യു. So let me invite our AGM Assistant General Manager Susan to hand over the award to Roshmi. And thanks Roshmi. Thank you. നമ്മളുടെ അടുത്ത് ഫോമൽസ് ട്രെയിനിങ് എടുത്തു, നമ്മുടെ എക്സാം ഓറിയന്റഡ് ട്രെയിനിങ് എടുത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ NCLEX ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് റോഷ്മി. താങ്ക് യു.